ഈ കത്തി നാളെ തന്നെ തരാൻ പറയണം. കടയിൽ അത്യാവശ്യമുള്ളതാ. എനിക്ക് പോണം, കടയിൽ ആളില്ല. നിക്ക് സണ്ണിച്ച, സ്കൂളിൽ പോണ കുട്ടികളുടെ അടുത്താണ് കത്തി കാച്ചണത്. രാജിയെ കണ്ടപ്പോ അവിടം വരെ വരണ്ട. ആണോ? പഠിക്കാൻ പോണ കുട്ടികളുടെ അടുത്ത് പഞ്ചാടി കൂടെ വന്നാണ്ടല്ലോ, ചവിട്ടി നിന്റെ വാരികൾ ഞാൻ ഓടിക്കും. വിട്ടുപോടി തലറിച്ചവളെ. ചെക്കന്മാര് ചക്രവർത്താനം പറഞ്ഞു വരുമ്പോ പിടക്കോഴി പതുകൊണ്ട് പതുങ്ങി കൊടുക്കും. എന്നിട്ട് ഞാനെന്ത് ചെയ്യാനോ? വീക്കൊച്ചാണ്ടല്ലോ പോട്ടുന്നോട്ട് പൂവും ചോടി ഇളിച്ചു കാട്ടി നടന്നോ ശവ. ഇവിടെ അല്ലെങ്കിൽ നടക്കടി. മുത്തശ്ശി നാളെ കാലത്ത് വരാന്ന്. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് പോന്നേ? അവിടെ കൂടായിരുന്നല്ലോ. മേല എന്റെ അനുവാദം ഇല്ലണ്ട ആ പഠിക്കത്ത് കേറിയ കാലിന്റെ മുട്ടിയാൻ തല്ലി ഓടിക്കും. വീർപ്പിക്കാണ്ട് കയറി പോടി. അതേ, എനിക്കറിയാണ്ട് ചോദിക്ക, നിങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങണത്? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഏട്ടന്റെ കൂട്ടുകാരനാണെങ്കിൽ വന്ന് വിവരം പറഞ്ഞ് പൊക്കൂടെ? പിന്നെന്താ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്? അവര് തമ്മിലൊരു ചേർച്ചയില്ല. അവൻ ഒന്നിലും ഒരു സ്ഥിരത ഇല്ലാതെ, പിന്നെ വീടോ സ്വന്തോ ബന്ധമോ ഒന്നും ഇല്ലാതെ ബോംബെയിൽ തെരുവില്. അതൊന്നും പറയണ്ട. അയാള് മാത്രമല്ലല്ലോ, അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? അതെ, പക്ഷേ സ്വന്തവും ബന്ധമൊക്കെ ഉള്ള ഒരാളെ നമുക്ക് തേടി പിടിച്ചൂടെ? മനസ്സിൽ എന്താന്ന് വെച്ചാ തുറന്നു പറയേ. തനിക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും, ഈ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാൻ ഞാൻ ഒരുക്കമാണ്. അങ്ങനെയാണ് ആലോചിച്ചത്. അവളെ എങ്ങനെയെങ്കിലും അകറ്റിയിട്ട് എനിക്ക് സ്വന്തം നേടണമെന്ന്. എനിക്ക് വേണ്ട, അവള് സന്തോഷമായിട്ടിരിക്കണം, അതും മതി. അത്രയേ ഉള്ളൂ ആശ. സന്തോഷം ഉണ്ടാവില്ല, മാത്രമല്ല വലിയ വിഷമങ്ങൾ നമ്മൾ കാണേണ്ടി വരും. ഞാനൊന്ന് ചോദിക്കട്ടെ, അവളുടെ കുട്ടിയുടെ അയാളിപ്പോ അവിടെ ഉണ്ട്? ആ തെണ്ടിയോ? വേണ്ട, അവൾ അങ്ങനെ തന്നെ നിന്നോട്ടെ. ഞാനുള്ളിടത്തോളം കാലം അവളുടെ കുഞ്ഞു പട്ടിണി കിടക്കില്ല. നിങ്ങൾ ആരാ? ഇത് ചോദിക്കാനാണോ ചേച്ചി രാത്രി ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കയറി വന്ന്? ഒരു വെട്ടുകത്തി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ലെന്നാണോ നമ്മുടെ വിചാരം? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാനൊരു മനുഷ്യനാണ്, പേര് വിശ്വനാഥൻ എന്നാണ്, കുട്ടിയുടെ ഏട്ടൻ്റെ കൂട്ടുകാരൻ. മതി ഞങ്ങളെ കളിപ്പിച്ചത്. നിങ്ങൾ പറയുന്നതൊക്കെ നുണയാ. അമ്മ മരിക്കാൻ കിടക്കുമ്പോൾ മരുന്ന് വാങ്ങാൻ 500 തികച്ചയച്ചരാത്ത ചേട്ടൻ ഇത്രയും പണം തന്നു വിട്ടു അല്ലേ? എന്നിട്ട് ഒരു കത്ത് പോലും അയക്കാതെ ദുബായിക്ക് പോയി അല്ലേ? സത്യം പറ, നിങ്ങൾ ആരാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ പണം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത് എന്തിനാ? ഈശ്വരനെ വിചാരിച്ച് സത്യം പറ. എൻ്റെ ഏട്ടൻ എവിടെയുണ്ട്? പറയ്, എൻ്റെ ഏട്ടൻ എന്തെങ്കിലും പറ്റിയോ? ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. ഒരു റോഡ് അപകടത്തിൽ Ha 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 ha!